ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ യൂണിറ്റ് 2 ജന്തുലോകത്തേക്ക് എന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പല രൂപം ഒരു ജീവിതം. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ. മിത്ര അമ്മയെ വിളിച്ചു. അമ്മ ഇലകൾ നോക്കി. ഇത് ചിത്രശലഭത്തിൻ്റെ മുട്ടയാ മോളെ. മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു. പക്ഷേ അവൾ കണ്ടത് പുഴുക്കളെയാണ്. മുട്ട വിരിഞ്ഞുണ്ടായതെന്താണ്? പുഴുവാണ്. ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ലമ്മേ. മോളെ, ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ എന്നാണ് പറയുന്നത്. ഈ പുഴുക്കളെ എന്താണ് വിളിക്കുന്നത്? ലാർവ. മിത്രയ്ക്ക് കൗതുകമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി. ചിത്രം നിരീക്ഷിക്കൂ. ഓരോ ഘട്ടത്തിൻ്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. പ്രത്യേകതകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യത്തേത് മുട്ട. പൂമ്പാറ്റ ഉണ്ട് അല്ലേ? പൂമ്പാറ്റ മുട്ട ഇട്ടു. അപ്പോൾ അവിടെ മുട്ട എന്നെഴുതാം. മുട്ട വിരിഞ്ഞ് പുഴുവായി. അതാണ് ലാർവ. ലാർവയുടെ തൊട്ടടുത്തായിട്ട് ഒരു തൂങ്ങി നിൽക്കുന്നൊരു സാധനമുണ്ട്. അത് പ്യൂപ്പ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വീണ്ടും അത് പൂമ്പാറ്റ. പിന്നെയും പൂമ്പാറ്റ മുട്ടയിടുന്നു, മുട്ട പുഴുവാകുന്നു, പുഴു പ്യൂപ്പയാകുന്നു, പൂമ്പാറ്റയാകുന്നു. അങ്ങനെയാണ് പൂമ്പാറ്റയുടെ ജീവിത ചക്രം. കറിവേപ്പിൻ്റെയും മറ്റു ഇലകളുടെയും അടിയിൽ നിരീക്ഷിച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭമുട്ടകൾ കണ്ടെത്താൻ കഴിയും. ഇനി പൂമ്പാറ്റയ്ക്ക് നിറം കൊടുക്കുക. ഈ പൂമ്പാറ്റകളെ നോക്കൂ. 2 ചിറകുകളിലെയും നിറവിന്യാസം ഒരുപോലെയല്ലേ? ആണല്ലേ? നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ? നിങ്ങൾ ഒരേ നിറം തന്നെയല്ലേ 2 ചിറകിനും കൊടുത്തത്? നിറം മാത്രമല്ല, അതിലിരിക്കുന്ന പുള്ളികളും എല്ലാം ഒരുപോലെയാണ് അല്ലേ? എല്ലാ പൂമ്പാറ്റകളുടെയും ഇരുചിറകുകളും ഒരുപോലെയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ നിരീക്ഷിക്കുക. എല്ലാ പൂമ്പാറ്റകളുടെയും 2 ചിറകുകളും ഒരുപോലെയാണോ എന്ന് നോക്കുക. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട്. പൂമ്പാറ്റകൾക്കും പേരോ? കുറേ പേരുകളുണ്ട് പൂമ്പാറ്റയ്ക്കും കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭവും. അതിൻ്റെ പേരാണ് ഗരുഡശലഭം. ഏറ്റവും ചെറുത് രത്നനീലി. ചെറുതിൻ്റെ പേരാണ് രത്നനീലി. അതിൻ്റെ ചിത്രം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്നത് ഗരുഡശലഭം. അതിൻ്റെ ഇടയിൽ ഒരാളെ കാണുന്നുണ്ട്. അതാരാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി. ബുദ്ധമയൂരി കണ്ടോ? നീല നിറത്തിലും ബ്ലാക്കും നീലയും കൂടിയിട്ടാണ്. അതിൻ്റെ അടുത്തുള്ളതാണ് രത്നനീലി, ഏറ്റവും ചെറിയ ചിത്രശലഭം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. തീച്ചിറകൻ, നാട്ടുകോമാളി, നീലക്കടുവ, ചക്കരശലഭം, പുള്ളിക്കുറുമ്പൻ, നാരകക്കാളി, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പേരുകൾ. നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് പേരുകൾ കണ്ടെത്തി എഴുതൂ. ഇതുപോലെയുള്ള ശലഭങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള 2 ചിറകും മഞ്ഞയായിട്ടുള്ള, വെറും മഞ്ഞയായിട്ടുള്ള ചിത്രശലഭം. അതേപോലെ പച്ചയായിട്ടുള്ള ചിത്രശലഭം, മഞ്ഞപ്പാപ്പാത്തി, പച്ചപ്പാപ്പാത്തി എന്നൊക്കെയാണ്. പൂമ്പാറ്റകൾ 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. പൂമ്പാറ്റകൾ 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു, മുട്ടയിടാനും ആഹാരത്തിനും. നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്. ഓരോ പൂമ്പാറ്റയ്ക്കും പ്രത്യേകം ഇലകളുണ്ട്. അവ അതിലാണ് മുട്ടയിടുന്നതും അതാണ് തിന്നുന്നതും. തേൻ കുടിക്കാൻ വരെ അവർ ഓരോരുത്തരും പ്രത്യേകം ചെടികളെയാണ് ആശ്രയിക്കുന്നത്. വിദ്യാലയത്തിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങി ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ. ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിൽ എത്തുന്നതെന്ന് നിരീക്ഷിക്കൂ. എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവ എവിടെയെല്ലാം വസിക്കുന്നു? കാട്, കുളം, പുഴ എന്നും തന്നിട്ടുണ്ട് അല്ലേ? കാട്, കുളം, മരം, പുഴ, വയൽ, കടലിലുമുണ്ട് അല്ലേ? കടൽ. അങ്ങനെ കടലും കൂടി നമുക്ക് എഴുതാം. ഇവയില്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഈ ജീവികളും അതേപോലെ തന്നെ ഈ ജീവികൾക്ക് വാസസ്ഥലവും നഷ്ടപ്പെട്ടാൽ എന്താണ് ഉണ്ടാവുക? ഈ വാസസ്ഥലം ഇല്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അപ്പോൾ കാട്, കുളം, മരം, വയൽ, കടൽ ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കണം.
ഇവ ഇല്ലാതായാൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ തകരാറിലാവും. ഇവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾക്ക് വാസസ്ഥലവും ആഹാരവും കിട്ടാതെ നശിച്ചു പോകും. ഇപ്പോൾ കുളത്തിലും പുഴയിലും മരങ്ങളിലും കാട്ടിലുമൊക്കെ ജീവിക്കുന്ന ജീവികൾക്ക് അതൊക്കെ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക? അവയുടെ വാസസ്ഥലവും ആഹാരവും കിട്ടാതെ അവ നശിച്ചു പോകും. ഇവർ ഭക്ഷണമാക്കുന്ന ജീവികൾ കൂടുതലാവും. ഇപ്പോൾ ഇതിലെ ചില ജീവികളെ തന്നെയാണ് തിന്നുന്നത് അല്ലേ? ചെറുപ്രാണികളെയും കൊതുകിനെയും ഈച്ചയെയും ഒക്കെ തിന്നുന്ന ജീവികളുണ്ട്. അപ്പോൾ ആ ജീവികൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവയൊക്കെ നന്നായിട്ട് പെരുകും. അവയെ കൊണ്ട് മറ്റുള്ളവയ്ക്ക് ഉപദ്രവമാകും. നമ്മുടെ നാട് ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ കാടും പുഴയും മരങ്ങളും കുളവും വയലും കടലും എല്ലാം വേണം. ഈ ജീവികളും വേണം. ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക. കാട്, പുഴ, കുളം, വയൽ ഇതെല്ലാം സംരക്ഷിക്കുക. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കുളവും വയലും മണ്ണിട്ട് നികത്താതിരിക്കുക. പുഴ സംരക്ഷിക്കുക. മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി വിലയിരുത്താം. തൻ്റെ വീട്ടിലെ വളർത്തുജീവികളായ പൂച്ചയുടെയും ആടിൻ്റെയും ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തുകയാണ് മീനു. കൂടുതൽ വിവരങ്ങൾ പട്ടികയിൽ ചേർക്കൂ. പൂച്ച അവിടെ കൊടുത്തിട്ടുണ്ട്. മാംസാഹാരം കഴിക്കുന്നു. കാലിൽ കൂർത്ത നഖങ്ങളുണ്ട്. മറ്റൊന്ന്, മൂർച്ചയുള്ള പല്ലുകളുണ്ട്. രാത്രിയിൽ കണ്ണു കാണാം. ശബ്ദം കേൾപ്പിക്കാതെ പതുങ്ങിച്ചെന്ന് ഇര പിടിക്കാൻ ഇവയ്ക്ക് കഴിയും. ആട് സസ്യാഹാരം കഴിക്കുന്നു. കാലിൽ കൂർത്ത നഖങ്ങളില്ല. കാലിൽ കുളമ്പുണ്ട്. എന്താണുള്ളത്? കാലിൽ കുളമ്പുണ്ട്. സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കാൻ പറ്റിയ പരന്ന പല്ലുകളാണ്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കടൽ ജീവികളെ കണ്ടെത്തി എഴുതൂ. ഇതിൽ ആദ്യമായിട്ടൊരു നീരാളിയെ കാണുന്നുണ്ട് അല്ലേ? പിന്നെ ഡോൾഫിൻ ചാടുന്നത് പോലെ കാണുന്നുണ്ട്. കടൽ കുതിരയെ കാണുന്നുണ്ട്. നക്ഷത്ര മത്സ്യത്തെ കാണുന്നുണ്ട്. സ്റ്റാർ ഫിഷ്. ഇനി കൂടുതൽ ജീവികളെ നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതൂ. ഇനി ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടെത്തൂ, നിറം കൊടുക്കൂ. ആഹാര രീതിയുടെ സവിശേഷതകൾ അനുസരിച്ച് താറാവ് ഏത് വിഭാഗത്തിൽ പെടുന്നു? താറാവും പരുന്തിനെ പോലെ ഇരപിടിയനായിരുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം ശാരീരിക സവിശേഷതകളായിരിക്കും ഉണ്ടാവുക? വരച്ചു ചേർക്കൂ. താറാവ് ഇതിലെ മിശ്രാഹാരിയാണ്. താറാവ് ധാന്യങ്ങളും തിന്നും, പുഴുക്കളെയും ഞാഞ്ഞൂളിനെയും ഒക്കെ കഴിക്കും. അപ്പോൾ അതൊരു മിശ്രാഹാരിയാണ്. ഇനി ഇരപിടിയനായ പരുന്തിനെ പോലെ വേണമെങ്കിൽ എങ്ങനെ വേണം? നല്ല കൂർത്ത ചുണ്ട് വരച്ചു കൊടുക്കണം. കൂർത്ത ബലമുള്ള ചുണ്ട്, അതേപോലെ കൂർത്ത നഖങ്ങൾ, ഇവ രണ്ടും വരച്ച് ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.